ഇബ്ലീസിന് ഏറ്റവും ഇഷ്ടം എന്താണ്? ബിദ്അത്താണ്. തെറ്റുകളെക്കാൾ, മറ്റുള്ള മഅസിയത്തുകളെക്കാൾ ഇബ്ലീസിന് ഇഷ്ടം ബിദ്അത്താണ്. കാരണം എന്താണ്? ബിദ്അത്തിൻ്റെ ആള് അത് നല്ലതാണെന്ന് വിചാരത്തിലാണ് ചെയ്യുന്നത്, അവനിൽ തൗബ ഉണ്ടാവില്ല. പക്ഷെ മഅസിയത്ത് ചെയ്യുന്ന ആള്, അള്ളാഹിനെ ധിക്കരിക്കുന്ന ആള്, അവൻ ഏതൊരു സമയത്തും തൗബ ചെയ്ത് തിരിച്ചു വരാൻ ചാൻസ് ഉണ്ട്. അപ്പം പിശാചിന്, ഇബ്ലീസിന് ഏറ്റവും ഇഷ്ടം ഏതാണ്? ബിദ്അത്താണ്. ആ ബിദ്അത്ത് ചെയ്യുന്ന ആളും ഇങ്ങനെയാണ്. ബിദ്അത്ത് ചെയ്ത് എന്ത് ചെയ്യും? പിന്നെ ഹക്കിൽ നിന്നും സുന്നത്തിൽ നിന്നും വിദൂരമായി പോകും. ഓരോ പ്രാവശ്യം ബിദ്അത്ത് അവൻ്റെ ജീവിതത്തിൽ വരുന്നതനുസരിച്ച് സുന്നത്തിൽ നിന്നും ഹക്കിൽ നിന്നും അവൻ വിദൂരമായി പോയിക്കൊണ്ടേയിരിക്കും. ഏതുവരെ? നാളെ ആഖിറത്തിൽ റസൂലും അവർ ആട്ടി അടിക്കും, അല്ലേ? സുഹ്ഖൻ സുഹ്ഖ, വിദൂരമായി പോ. ഹൗദുൽ കൗസറിൻ്റെ അവിടുന്ന് റസൂലും അവർ ആട്ടി ഓടിക്കും. ആ വിദൂരമാകാൻ അങ്ങനെ പോകും. അവസാനം കുല്ലു ബിദ്അത്തിൻ ളലാല വ കുല്ലു ളലാലത്തിൻ ഫിന്നാർ. അവസാനം ചെന്നെത്തുന്ന എവിടെയാണ്? ഓൻ ചെയ്തത് എന്തിനാ? അള്ളാഹിലേക്ക് അടുക്കാൻ. എന്ത് മാർഗം? അള്ളാഹുലേക്ക് അടുക്കാൻ റസൂല് കാണിക്കാത്ത കുറേ കോപ്രായത്തങ്ങൾ ചെയ്തു വെച്ചു. റസൂല് കാണിക്കാത്ത കുറേ അമലുകൾ ഉണ്ടാക്കി, എന്നിട്ടത് ചെയ്തു അള്ളാഹുവിൻ്റെ സാമീപ്യം കിട്ടാൻ, അള്ളാഹുവിൻ്റെ ഇഷ്ടം കിട്ടാൻ. പക്ഷെ അത് ചെന്നെത്തിക്കുന്നത് എവിടെയാണ്? ളലാലത്തിലാണ്. ആ ളലാലത്ത് ചെന്നെത്തുന്നത് നരകത്തിലാണ്. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല വീണ്ടും പറയാണ്, ഇന്നമാ തുൻദിറു, പ്രവാചകരെ അങ്ങ് ഈ ഒരു വിഭാഗം ആൾക്കാരെ അവരെന്ത് ചെയ്യണ്ട? അവരുടെ പിറകെ പോയി സമയം അധികം കളയണ്ട. മറിച്ച് താങ്കൾ ആർക്കാണ് മുന്നറിയിപ്പ് നൽകേണ്ടത്? മുന്നറിയിപ്പ് ഉപകാരപ്പെടുന്നവരാരാണ്? ഇന്നമാ തുൻദിറു, തീർച്ചയായും താങ്കൾ മുന്നറിയിപ്പ് നൽകണം. മനിത്തബഅ ദിക്റ, പ്രമാണങ്ങളെ പിൻപറ്റുന്നവൻ, വഹീനെ പിൻപറ്റുന്നവൻ, പ്രമാണങ്ങളെ, ഖുർആനെയും സുന്നത്തിനെയും പിൻപറ്റുന്നവർക്കാണ് താങ്കൾ ഉപദേശം നൽകേണ്ടത്. അവർക്കാണ് താങ്കൾ മുന്നറിയിപ്പ് നൽകേണ്ടത്. അവർക്കാണ് ആ മുന്നറിയിപ്പ് ഉപകാരപ്പെടുന്നത്. വഖശിയർ റഹ്മാന, അള്ളാഹുവിനെ പേടിക്കുന്നവരും, ഖശിയ പേടിക്കുക, വഖശിയർ റഹ്മാന, അള്ളാഹുവിനെ, റഹ്മാനായ അള്ളാഹുവിനെ പേടിക്കുകയും ചെയ്യുന്ന ആൾക്കാർ, ബിൽ ഗൈബി, അദൃശ്യമായിട്ട്, അള്ളാഹിനെ അവർ കണ്ടിട്ടില്ല, അദൃശ്യമായ രീതിയിൽ അള്ളാഹുവിനെ പേടിക്കുകയും പ്രമാണങ്ങളെ പിൻപറ്റുകയും ചെയ്യുന്നവർ, അവരെയാണ് പ്രവാചകരെ താങ്കൾ ഇന്നമാ തുന്തിറു, താങ്കൾ മുന്നറിയിപ്പ് നൽകേണ്ടത്. അവർക്കാണ് അത് ഉപകാരപ്പെടുക. നേരത്തെ പറഞ്ഞ കൂട്ടർക്ക് എന്തെയില്ല, അത് ഉപകാരപ്പെടൂല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ രണ്ടാമത് പറഞ്ഞ വിഭാഗത്തിലായിരിക്കണം എപ്പോഴും നാം ഉണ്ടാവുക. ഒരു ഖുർആൻ്റെ ആയത്ത് കേട്ടാൽ ഇത്ര നാളും വിചാരിച്ചതിനെതിരാണ് ആ ഖുർആൻ്റെ ആയത്ത് പറയുന്നതെങ്കിലും, ഇത്ര നാളും ഇതാണ് ഹക്ക് എന്ന് വിചാരിച്ച് നിൽക്കുകയാണെങ്കിലും, ഖുർആൻ്റെ ആയത്ത് എന്താണോ പറഞ്ഞത് അപ്പടി സ്വീകരിക്കാൻ നമ്മുടെ മനസ്സിനെ നാം പാകപ്പെടുത്തണം. ഇത്ര നാളും ഒരു കാര്യം ചെയ്തു, ഇതാണ് നല്ലതെന്ന് വിചാരിച്ച് ചെയ്തു, പിന്നീട് ഒരു സുപ്രഭാതത്തിൽ കേൾക്കുകയാണ് ഇന്ന ഹദീസ് ഉണ്ട് അത് തെറ്റാണെന്ന്